ഇവിടെയായിരുന്നു ആദ്യം വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രധാന അൾത്താര ഇവിടെയായിരുന്നു. ഇതിപ്പോൾ അൾത്താരയായിട്ട് ഉപയോഗിക്കുന്നില്ല. 1969 പുതിയ അൾത്താര രൂപകൽപ്പന ചെയ്ത് വിശുദ്ധ ബലി അങ്ങോട്ട് വെസ്റ്റേൺ കോറിലേക്ക് മാറുന്നത് വരെ ഇവിടെയായിരുന്നു പ്രധാന ബലിപീഠം ഉണ്ടായിരുന്നത്. 1837 ഇത് കല്ലിൽ കുത്തിപ്പണിത ഒരു ബലിപീഠമാണ്. 1926 ഇത് പുനർനിർമ്മാണം നടത്തി 22 ചെറിയ കോളങ്ങളിലായിട്ട് 22 വിശുദ്ധരുടെ, സഭയുടെയും സാമ്രാജ്യത്തിൻ്റെയും ബയേൺ സംസ്ഥാനത്തിൻ്റെയും ബന്ധമുള്ള വിശുദ്ധരുടെ രൂപങ്ങൾ 22 കോളങ്ങളിലായിട്ട് ഈ ബലിപീഠത്തിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ഒപ്പം പ്രാദേശിക വിശുദ്ധരായ ഹെൻറിയുടെയും കുണികുണ്ടയുടെയും ഓട്ടോയുടെയും രൂപങ്ങൾ ഇതിലുണ്ട്. വിശുദ്ധ മിഖായേലിൻ്റെ രൂപമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രൂപമായിട്ട് ഇതിൻ്റെ മുകളിലുള്ളത്. ഈ ആൾത്താരയ്ക്ക് മുകളിലായിട്ട് മ്യൂണിച്ചിലെ പ്രൊഫസർ എൽ ഷ്വാൻറ്റ്ഹാലറിൻ്റെ മോഡലിൽ പണിത ഒരു കുരിശുരൂപമുണ്ട്. ന്യൂ റൊമാൻറ്റിഷ് സ്റ്റൈലിലുള്ള ഒരേ ഒരു അൾത്താരയാണ് ഈ കത്തീഡ്രലിൽ ഇന്നും നിലനിൽക്കുന്ന ഈ അൾത്താര. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിതനായ കർത്താവിൻ്റെ ഒരു പ്രത്യേക കുരിശുരൂപമാണ് ഇത്. ഈ അൾത്താരയുടെ നേരെ പിറകിലുള്ള കത്തീഡ്രലിന്റെ ഭിത്തിയിൽ ഒരു തിരുശേഷിപ്പ് സൂക്ഷിക്കുവാനുള്ള ഒരു പ്രത്യേക സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കത്തീഡ്രലിന്റെ ഫ്രണ്ടിലുള്ള ഈ ഭാഗത്തെ സൊണ്ണൻ ലോഹ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയായിരുന്നു കുണികുണ്ടയുടെ തലയോട്ടി സൂക്ഷിച്ചിരുന്നത്. വിദാരത്തിലൂടെ വിശുദ്ധ കുണികുണ്ട ബാംബർഗ് പട്ടണത്തെ നോക്കിക്കണ്ടിരുന്നു എന്ന് പറയുന്നു. റോമൻ രീതിയിൽ പണിതുയർത്തിയ ഈ ഓസ്റ്റ് കൊയറിന്റെ അർദ്ധവൃത്താകൃതിയിലുള്ള ഇതിന്റെ മേൽക്കൂരയില് കാൾ കാസ്പർ 1928 ചിത്രരചന ചെയ്ത ലോകനിയന്താവായ യേശുക്രിസ്തുവിന്റെ മുറൽ ചിത്രമാണ് ഇത്. ഈ മുറൽ ചിത്രത്തിന്റെ മധ്യത്തിലായി അനുഗ്രഹിക്കാനായി വിരിച്ചു പിടിച്ച കൈകളുമായി ഇരിക്കുന്ന യേശുക്രിസ്തു. ഏറ്റവും മുകളിലായിട്ട് ദൈവപിതാവിൻ്റെ കൈകളും അടിയിലായിട്ട് ഇരുവശങ്ങളിലുമായി 2 മാൻപേടകളും അതോടൊപ്പം യേശുക്രിസ്തുവിൻ്റെ ചുറ്റുമായി 4 സുവിശേഷകന്മാരും നമ്മുടെ ഇടതുവശത്ത് വിശുദ്ധ പത്രോസും നോക്കുന്ന നമ്മുടെ വലതുവശത്ത് വിശുദ്ധ കീർവെറീസിൻ്റെയും അടിയിൽ ലത്തീൻ പദങ്ങളിലെ എഴുത്തും ഈ മുറലിൻ്റെ പ്രത്യേകതയാണ്. ഇരിക്കുന്ന യേശുവിൻ്റെ കാൽപാദത്തിൻ്റെ 2 വശങ്ങളിലുമായി 2 മാൻപേടകളെ കാണാം. മുകളിലായി ദൈവത്തിൻ്റെ കരങ്ങൾ. ഇത് ഈ മാൻപേടകൾ സങ്കീർത്തനം 41:2 ബന്ധപ്പെടുത്തിയതാണ്. നീർച്ചാലുകൾ തേടുന്ന മാൻപേടയെ പോലെ ഞാൻ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു എന്നുള്ളത് മനുഷ്യനെ ദൈവത്തിൻ്റെ തേടുന്ന മനുഷ്യന്റെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഇത്. യേശുക്രിസ്തുവിൻ്റെ ലോകനേതാവായ യേശുക്രിസ്തുവിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു മുറൽ ചിത്രമാണ്. ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഈ മാൻപേടകൾക്കടിയിൽ നമുക്ക് ലത്തീൻ ഭാഷ കാണാൻ പറ്റും. ഇത് വിശുദ്ധ പത്രോസാണ്. കയ്യിൽ താക്കോലും അതുപോലെ തന്നെ കത്തീഡ്രലിൻ്റെ മോഡലുമായി നിൽക്കുന്ന പത്രോസും കുന്തവും പരിചയവുമായി നിൽക്കുന്ന വിശുദ്ധ കീവർഗീസും. ഇവരാണ് കത്തീഡ്രലിൻ്റെ പേട്രൺ സെയിൻറ്റുമാർ. ഇതിന് ചുറ്റും മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെയും യോഹന്നാൻ്റെയും പ്രതീകങ്ങളാണ്
അവരെ പ്രതിനിധീകരിക്കുന്ന രൂപങ്ങളാണ് നമ്മളിവിടെ കാണുക. ഡോമിലെ പ്രാർത്ഥിക്കാനായി പണ്ട് ആളുകൾ കൊയറിൽ ഉള്ളവരും അതുപോലെ തന്നെ ഡോം ക്യാപിറ്റലേഴ്സും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഡോം കോർ. ഇതിപ്പോൾ സംഗീതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആളുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുത്തും. ഈ കത്തീഡ്രലിൻ്റെ ഈ ഇരിപ്പിടങ്ങൾ ഏറ്റവും പഴക്കം ചെന്നവയാണ്. ഓസ്റ്റ്കോറിലുള്ള ഈ ഇരിപ്പിടങ്ങൾ 1300 പണി കഴിപ്പിച്ചതാണ്. 1370 ഇത് വീണ്ടും ഒന്ന് പുതുക്കിയെടുത്തു. 1572 പുനർരൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഇവ നവഗോത്തിക് രീതിയിൽ പരിഷ്കരിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഇതിലെ കൊത്തുപണികൾ തിന്മയെ മറികടക്കുന്നതിന്റെ പ്രതീകങ്ങളായിട്ട് ചിത്രീകരിക്കുന്നവയാണ്. ഇവ ഒരു അലങ്കാര ഘടകങ്ങളായിട്ട് രൂപകൽപ്പനയും ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ തിന്മയെ മറികടക്കുന്ന പ്രതീകങ്ങളാണ് ഇവയെല്ലാം. ഇപ്പോഴിത് ഞായറാഴ്ച ദിവസങ്ങളിലും പ്രധാന തിരുനാളുകൾ ദിവസങ്ങളിലും ഒത്തിരിയേറെ പേര് കത്തീഡ്രലിൽ വരുന്ന പ്രധാന തിരുനാളുകൾ ദിവസങ്ങളിലും ആ ദിവസങ്ങളിലെല്ലാം ആളുകൾക്ക് ഇരിക്കുവാൻ, വിശ്വാസികൾക്ക് ഇരിക്കുവാനുള്ള സ്ഥലമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഈ ഭാഗമാണ് ഇപ്പോൾ സംഗീതത്തിന് വേണ്ടി ഗായക സംഘം ഇവിടെയാണ് സാധാരണ ഒരുമിച്ച് കൂടുന്നത്. കത്തീഡ്രലിൽ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗായക സംഘങ്ങളുണ്ട്. ചെറിയവരും വലിയവരും പല രീതിയിലുള്ള പല വിഭാഗത്തിലുള്ള ഗായക സംഘങ്ങളുണ്ട്. ചിലപ്പോൾ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് മാത്രമായിട്ട് ഇവിടെ ഗാനങ്ങൾ ആലപിക്കാറുണ്ട്. വലിയ ഫങ്ഷനുകളൊക്കെ വരുമ്പോഴും പ്രത്യേക രീതിയിലുള്ള മ്യൂസിക് പരിപാടികൾ ഇവിടെയുണ്ട്. അപ്പോഴെല്ലാം ഈ ഓസ്റ്റ് കോയറാണ് ഗായക സംഘത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോഴിവിടെ ബലിപീഠമായിട്ട് ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഗായക സംഘത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിശ്വാസികൾ ഇരുന്ന് ദിവ്യബലി കാണുവാനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊത്തിരി പൊക്കത്തിലായിരുന്നു. ലത്തീൻ കുർബാനകൾ നടന്ന സമയത്ത് ആളുകൾക്കൊന്നും കാണാൻ കൃത്യമായിട്ട് പറ്റാത്തത് കൊണ്ടാണ് അൾത്താര വീണ്ടും വെസ്റ്റ് ഭാഗത്തേക്ക്, വെസ്റ്റ് കോറിലേക്ക് പ്രധാന അൾത്താര മാറ്റിയത്. ആൾട്ടാറിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ. ആദ്യത്തെ ബാംബർ കത്തീഡ്രലിലെ 8 അൾത്താരകൾ ഉണ്ടായിരുന്നു. 1969 വരെ വിശുദ്ധ ഗീവറീസിന്റെ അൾത്താരയായിരുന്നു പ്രധാന ബലിപീഠം. ഇത് മാത്രമാണ് നെയോ റൊമാൻറ്റിക് സ്റ്റൈലിലുള്ള അൾത്താരയിൽ മാറ്റം വരുത്താതെ നിലനിർത്തിയിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഒരു പ്രധാന അൾത്താരയിൽ മാത്രമായി വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ആരംഭിച്ചു, ഫോൾക്സ് ആൾട്ടാർ. ഈ അൾത്താര ജനമധ്യത്തിലായി എല്ലാവർക്കും ബലിയർപ്പണം കാണാനും പങ്കെടുക്കാനും ആയി എന്ന രീതിയിലാണ് ഈ വിശുദ്ധ പത്രോസിന്റെ അൾത്താരയുടെ ഭാഗത്തേക്ക് വെസ്റ്റേൺ കോറിലേക്ക് മാറ്റിയിരിക്കുന്നത്. 1970 വർഷങ്ങളിൽ അൾത്താര വെസ്റ്റ് കോറിലേക്ക് മാറ്റി. ഈ അൾത്താര കല്ലിൽ പണിതതാണ്. ചുറ്റും പിച്ചളയിൽ നിർമ്മിച്ച രൂപങ്ങൾ കൊത്തിയിട്ടുണ്ട്. ഒരു വശത്ത് കർത്താവിൻ്റെ ജനനവും മാമോദിസായും, ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് നോക്കുമ്പോൾ ഒലിവുമരത്തിൻ്റെ പ്രാർത്ഥനയും കുരിശുമരണവും ഉത്ഥാനവും കാണാൻ പറ്റും. വടക്കുവശത്തായി എമ്മാവൂസ് രംഗവും കർത്താവിൻ്റെ 2ാം വരവുമുണ്ട്. അൾത്താരയുടെ പിറകുവശത്തായി പുരോഹിതൻ നിൽക്കുന്ന സ്ഥലത്ത് ആർച്ച് ബിഷപ്പ് ജോസഫ് ഷ്നൈഡറിൻ്റെ ഔദ്യോഗിക ചിഹ്നവും ആപ്തവാക്യവും ഇൻ സ്പേ ഫോർട്ടിറ്റ്യൂഡോ നോസ്ത്ര ഇൻ ദ ഹോഫ്നും ലിഗ്റ്റ് ഉൻസറെ സ്റ്റാർക്കെ, പ്രത്യാശയാണ് നമ്മുടെ ശക്തി എന്ന് എഴുതിയിട്ടുണ്ട്. 1960 മ്യൂണിച്ചിൽ വെച്ച് നടന്ന വേൾഡ് കോൺഗ്രസിന്റെ ആപ്തവാക്യം ലോകത്തിന്റെ നിലനിൽപ്പിനായി എന്ന് എഴുതിയിട്ടുണ്ട്. മറുവശത്ത് 89-ാം കത്തോലിക്ക ദിവസത്തിന്റെ ആപ്തവാക്യം അവിടുത്തെ വചനത്തെ അടിസ്ഥാനമാക്കി എന്ന് ആലോചന ചെയ്തിട്ടുണ്ട്.
വെസ്റ്റ് കോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനായിട്ട് നിൽക്കുന്ന പാപ്സ് ഗ്രാബും അതുപോലെ തന്നെ കത്തീഡ്രയും ഒക്കെ തന്നെയാണെങ്കിൽ പോലും ഷ്ലുസ് സ്റ്റൈൻ ഏറ്റവും മുകളിലുണ്ട്. അതിൻ്റെ മേൽക്കൂരയുടെ ഈ ഭാഗം പഴമയിൽ ഏറ്റവും ഉറച്ചു നിൽക്കുന്ന ആ ചിത്രങ്ങളെല്ലാം ആദ്യകാലങ്ങളിലെ ചിത്രകലകൾ തന്നെയാണ്. ഇവിടെ 1830-നും 1837-നും ഇടയ്ക്കുള്ള ശുദ്ധീകരണ സമയത്ത് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു കുരിശ് കാൽവരി രംഗമുണ്ട്. അത് വെസ്റ്റ് കോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. കത്തീഡ്രലിന്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ജനാലയിൽ കൂടെയുള്ള വെളിച്ചം കാരണം അത്ര ഭംഗിയായി ഈ കുരിശ് രൂപങ്ങളെ ആസ്വദിക്കുവാൻ സാധ്യമല്ല. എങ്കിലും കാൽവരിയുടെ വലിയ നല്ല ഒരു രംഗമാണിത്. 1650 ഫ്രാങ്ക്ഫർട്ടിലെ പ്രതിമ നിർമ്മാണശാലിയായ ജസ്റ്റസ് ഗ്ലസ്കറിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ കാൽവരി രംഗമാണിത്. ഇതാദ്യം ഇവിടെ ആയിരുന്നില്ല, ഓസ്കോറിന്റെ ഭാഗത്തായിരുന്നു ഈ കുരിശുരൂപം. 1912 ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്വന്തമായിട്ട് മാറി. വീണ്ടും പിന്നീട് 1917 ഇത് തിരിച്ച് ബാംബർ കത്തീഡ്രലിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇപ്പോഴുള്ള സ്ഥലത്ത് സ്ഥാപിച്ചു. വളരെ മനോഹരമായിട്ടുള്ള കുരിശിത രൂപമാണിത്. ഓരോ ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മുടെ ദൈവം കർത്താവായ ഈശോ മിശിഹ നമുക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്ത് അവിടുത്തെ തിരുരക്തത്തിന്റെ തുള്ളികളാലാണ് നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടത് എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അവിടുത്തെ മുറിപ്പാടിൽ കൊണ്ടാണ് നമ്മുടെ മുറിവുകൾ ഉണക്കപ്പെട്ടത്. അവിടുന്ന് കുരിശിൽ മരിച്ചത് കൊണ്ടതാണ് നമ്മൾ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായത്. ഈ കർത്താവിൻ്റെ കുരിശിത രൂപം നമ്മുടെ എല്ലാം വേദനകളും ദുഃഖങ്ങളുമെല്ലാം അവിടുത്തെ കുരിശിൻ്റെ കാൽപ്പാടിങ്കിൽ വെച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മളെല്ലാം വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുക. ഈ കുരിശിൻ്റെ കാൽവരി രംഗത്തിനോടടുത്ത് അൾത്താരയിൽ 2 ഫലകങ്ങളിലായിട്ട് 2 കണ്ടെയ്നറിലായിട്ട് റിലിക്വറിലായിട്ട് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. കത്തീഡ്ര അഥവാ മെത്രാന്റെ സിംഹാസനം ഒരു മെത്രാന്റെ വചനപ്രഘോഷണ ധർമ്മത്തിന്റെ പ്രതീകമാണ്. 1969 മുതൽ ക്ലെമൻസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ശവകുടീരത്തിന് തൊട്ടു മുന്നിലായി ബാംബർഗ് കത്തീഡ്രലില് ഈ കത്തീഡ്ര സ്ഥിതി ചെയ്യുന്നു. ഈ കത്തീഡ്രയിൽ അധികാരത്തിലുള്ള മെത്രാൻ മാത്രമേ ഇരിക്കുവാൻ അനുവാദമുള്ളൂ. മറ്റു മെത്രാന്മാരോ പ്രധാന പുരോഹിതനോ അല്ലെങ്കിൽ സഹകാർമ്മികരോ ആയാൽ അതിനോട് ചേർന്ന് തന്നെയുള്ള മറ്റൊരു ഇരിപ്പിടത്തിലാണ് അവർക്ക് ഇരിക്കുവാനുള്ള അനുവാദമുള്ളൂ. ഈ അധികാര കസേരയിൽ നിന്ന് കത്തീഡ്ര എന്ന വാക്കിൽ നിന്നാണ് കത്തീഡ്രൽ എന്ന വാക്ക് ഉരുത്തിരിയുന്നത്. ഈ കാണുന്ന കത്തീഡ്ര പുതിയ റോമൻ സംസ്കാരത്തിൽ പണിയപ്പെട്ട ഈ കത്തീഡ്ര 1899 വർക്ക് തുടങ്ങി എന്ന് പറയുന്നു. അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ജോസഫ് ഫോൺ ഷോർക്കിൻ്റെ പൗരോഹിത്യ ഗോൾഡൻ ജൂബിലിക്ക് അതിരൂപതയിലുള്ള കാപ്പിറ്റലൈസ് എല്ലാം കൂടെ കൂടി സമ്മാനമായിട്ട് കൊടുത്തതാണ് ഈ കത്തീഡ്ര. ഇത് മ്യൂണിച്ചിലെ അക്കാഡമി പ്രൊഫസർ ലയോണാർഡ് റോമൈൻസുണ്ടിൻ്റെ രൂപകൽപ്പന ചെയ്തതാണ്. കത്തീഡ്രയുടെ ഒത്ത നടുക്ക് ആർച്ച് ബിഷപ്പ് ജോസഫ് ഫോൺ ഷ്രോക്കിൻ്റെ
അധികാര എംബ്ലം കൊത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടത്തും വലതുമായി ബാംബർ കത്തീഡ്രലിൻ്റെ പേട്രൺ സെയിൻസ് ആയിട്ടുള്ള സംരക്ഷക വിശുദ്ധരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ ഗീവറിയസിൻ്റെയും രൂപമുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ചെറുതായിട്ട് വശങ്ങളിലായിട്ട് വിശുദ്ധ കുനികുണ്ടയുടെയും വിശുദ്ധ ഹെൻറിയുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. കത്തീഡ്രയുടെ ഭാഗങ്ങളിലായി പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിൻ്റെയും വിശുദ്ധ യോസഫ് പിതാവിൻ്റെയും, മെത്രാന്റെ പേര് ജോസഫ് എന്നായിരുന്നുകൊണ്ട് അദ്ദേഹം വിശുദ്ധ യോസഫ് പിതാവിൻ്റെ നാമധാരിയായ വിശുദ്ധ യോസഫ് പിതാവിൻ്റെയും മെത്രാന്റെ സ്വന്തം രൂപതയായ വ്യൂർസ്ബുർഗിലെ പേട്രൺ സെയിന്റ് വിശുദ്ധ കീലിയാൻ്റെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കത്തീഡ്രലിൻ്റെ അധികാര സിംഹാസന കസേര, കത്തീഡ്ര. മാർപ്പാപ്പയുടെ ശവകുടീരത്തിന് മുമ്പിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഒക്ടോബർ 9 1047 മരിച്ച ക്ലെമൻസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ശവകുടീരം ആണ് നാം ഇപ്പോൾ കാണുന്നത്. ബാംബർഗിലെ രണ്ടാമത്തെ ബിഷപ്പായിരുന്നു ബിഷപ്പ് സൂയിഡ്ഗർ. 1046 ഡിസംബർ 24 വൈകുന്നേരമാണ് റോമിൽ വെച്ച് ബിഷപ്പ് സൂയിഡ്ഗർ ക്ലെമൻസ് രണ്ടാമൻ എന്ന പേരിൽ റോമിൻ്റെയും മെത്രാനായി, അതായത് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1047 ഒക്ടോബർ 9 അദ്ദേഹം മരണമടഞ്ഞു. ഈ ശവകുടീരത്തിൽ വളരെ പ്രത്യേകതയുണ്ട്. ഒരു വശത്ത് സ്നാപയോഹന്നാന്റെ ചിത്രമുണ്ട്. അതിൻ്റെ നേരെ എതിർവശത്ത് വിശുദ്ധ മിഖായേൽ മാലാഖ ക്ലെമൻസ് രണ്ടാമന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇതിൻ്റെ ഇരുവശങ്ങളിലുമായി 4 പ്രധാന പുണ്യങ്ങൾ, കാർഡിനൽ വെർച്യൂസ് കൊത്തിവെച്ചിട്ടുണ്ട്. ആദ്യത്തേത് ജസ്റ്റിസ്, നീതി, യൂസ്റ്റീസിയ, ഫെയർനെസ് എന്ന് പറയും, തുലാസാണ് ഇതിൻ്റെ സിംബോളായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഫോർട്ടിറ്റ്യൂഡ്, കറേജ്, ധൈര്യം, ഫോർട്ടിറ്റ്യൂഡോ, ധീരത, സഹിഷ്ണുത, ശക്തി, ഭയം, അനിശ്ചിതത്വം, ഭയപ്പെടുത്തൽ എന്നിവയെ നേരിടാനുള്ള കഴിവാണ്. സിംഹമാണ് ഈ പുണ്യത്തിൻ്റെ പ്രതീകം. പ്രൂഡൻസ്, വിവേകം, പ്രുഡൻസിയ, ജ്ഞാനം, ഒരു നിശ്ചിത സാഹചര്യത്തിൽ ഉചിതമായ സമയത്ത് സ്വീകരിക്കേണ്ട ഉചിതമായ തീരുമാനമെടുക്കാനുള്ള കഴിവാണിത്. ഡ്രാഗണാണ് ഇതിൻ്റെ പ്രതീകം. ടെമ്പോറാൻസ്, സ്വഭാവം അല്ലെങ്കിൽ ടെമ്പോറാൻസിയ, സംയമനം എന്നറിയപ്പെടുന്നു. ആത്മനിയന്ത്രണം, വിട്ടുനിൽക്കൽ, വിവേചനാധികാരം, മിതത്വം എന്നിവയെല്ലാം ഇതിൻ്റെ പര്യായങ്ങളാണ്. മനസ്സിൻ്റെ സമത്വം വലിയൊരു ഗുണമാണ്. വീഞ്ഞും വെള്ളവും കലർത്തുന്നതാണ് സിംബോളായിട്ട് കാണിച്ചിരിക്കുന്നത്. മാർപ്പാപ്പയുടെ ശവകുടീരത്തിൻ്റെ മുകളിൽ സാധാരണയായിട്ടുള്ള വയ്ക്കുന്ന മാർപ്പാപ്പയുടെ ഒരു രൂപമാണ് ഗ്രാബ് ബിൽഡാണ്. ഇപ്പോൾ ഇത് വെസ്റ്റ് ഭാഗത്തുള്ള നമ്മൾ കയറി വരുമ്പോൾ, നാടൻ ഫോർട്ടയിൽ നിന്ന് കയറി വരുമ്പോഴുള്ള ഭാഗത്ത് മുകളിൽ ഓസ്കോയറിനോടടുത്ത് വെച്ചിരിക്കുകയാണ്. മ്യൂസിയത്തിനുള്ളിൽ മാർപ്പാപ്പയുടെ ശവകുടീരത്തിൻ്റെ ഒരു പ്രതീകവും അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ ബിൽഡ് ഷിപ്പിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ട് ഒരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് അൾത്താരയുടെ പുറകിലുള്ള ഈ മാർപ്പാപ്പയുടെ ശവകുടീരം നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മ്യൂസിയത്തിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. 1731 ഒക്ടോബർ 22 മാർപ്പാപ്പയുടെ ശവകുടീരം തുറന്നപ്പോൾ കിട്ടിയ മാർപ്പാപ്പയുടെ അവശിഷ്ടങ്ങൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജൂൺ 3 1942 വീണ്ടും ഈ ശവകുടീരം തുറന്നിരുന്നു. ഇപ്പോൾ ഉള്ള മാർപ്പാപ്പയുടെ യഥാർത്ഥത്തിലുള്ള ശവകുടീരം 1947 തിരിച്ചു വെച്ചത്. ആ സമയം ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമേ
ഇപ്പോഴത്തെ ശവകുടീരത്തിൽ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അതിൽ നിന്ന് കിട്ടിയ മറ്റെല്ലാ വസ്തുക്കളും ഇപ്പോൾ മ്യൂസിയത്തിൽ പ്രദർശനത്തിൽ ഉണ്ട്. 1923 പിയൂസ് 11 മാർപ്പാപ്പ ബാംബർഗ് ഡോമിനെ മൈനർ ബെസിലിക്കയായി ഉയർത്തിയപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജർമ്മനിയിലെ മറ്റെല്ലാ കത്തീഡ്രലിൽ നിന്നും ബാംബർഗിനെ വേർതിരിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അത് മാർപ്പാപ്പയായിരുന്ന ക്ലെമൻസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ശവകുടീരം അവിടെ ഉണ്ട് എന്നതാണ്. 2005 ഇന്നത്തെ നീഡർ സക്സൻ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഗ്രാഫൻ കോൺട്രാഡ് ഫോൺ മോർസ്ലേബന്റെ മകനായിട്ട് ക്ലെമൻസ് രണ്ടാമൻ മാർപ്പാപ്പ ജനിക്കുന്നത്. 1040 ഹെൻറി മൂന്നാമൻ രാജാവാണ് സ്വീഡ്ഗർ എന്നായിരുന്നു ക്ലെമൻസ് രണ്ടാമന്റെ ആദ്യത്തെ പേര്. അദ്ദേഹത്തെ സ്വീഡ്ഗറിനെ ബാംബർഗിന്റെ ബിഷപ്പായിട്ട് നിയമിക്കുന്നു. 1046 റോമില് 3 മാർപ്പാപ്പമാർ ഭരണം നടത്തിയതായിട്ട് പറയപ്പെടുന്നു. അവരെയെല്ലാം ഹെൻറി മൂന്നാമൻ രാജാവ് സ്ഥാനഭ്രഷ്ടനാക്കുകയും ബാംബർഗിലെ ബിഷപ്പായിരുന്ന ബിഷപ്പ് സ്വീഡ്ഗറിനെ മാർപ്പാപ്പയായിട്ട് 1046 നിയമിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അദ്ദേഹം ഒക്ടോബർ 9 1047 മരണമടഞ്ഞു. ബിഷപ്പ് ഏബർഹാർഡ് 1 മുതൽ ഇപ്പോഴുള്ള ആർച്ച് ബിഷപ്പായിട്ടുള്ള ബിഷപ്പ് ഡോക്ടർ ലൂഡ്വിഗ് ഷിക് വരെ ബാംബർഗിൽ 75 ബിഷപ്പുമാരാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഈ മാർപ്പാപ്പയുടെ ശവകുടീരത്തിന്റെ തൊട്ടു മുമ്പിലാണ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. കോർ സ്റ്റൂൾ ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇവിടുത്തെ വെസ്റ്റ് കോറിലെ കോർ സ്റ്റൂൾ ഇരിപ്പിടങ്ങൾ ഡോം കാപ്പിറ്റുലേഴ്സിന്റെ പ്രവർത്തന മണ്ഡലങ്ങളുടെ ഒരു പ്രതീകമാണ്. ഇവിടെ ഡോം കാപ്പിറ്റുലേഴ്സിന് അവരുടെ തനതായ ഇരിപ്പിടങ്ങളുണ്ട്. 1380 പണിതുയർത്തിയതാണ് ഈ ഡോം കാപ്പിറ്റുലേഴ്സിന്റെ കോർ സ്റ്റൂളുകൾ. 66 ഒറ്റപ്പെട്ട ഇരിപ്പിടങ്ങൾ ഇവിടെയുണ്ട്. സാധാരണ ഇത് ഉപയോഗിക്കുക ഡോം കാപ്പിറ്റലേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡോം ഹെറന്മാരാണ്. ഈ മരം കൊണ്ട് നിർമ്മിച്ച കോർ സ്റ്റൂളിന് ഒത്തിരിയേറെ മനോഹരമായിട്ടുള്ള പ്രതിമകളുണ്ട്. മാതാവും ഉണ്ണീശോയും ഇരിക്കുന്ന ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. പ്രവാചകന്മാരും അതുപോലെ തന്നെ മംഗളവാർത്തയുമുണ്ട്. മാതാവ് ഉണ്ണീശോ നിൽക്കുന്ന പെൺസിംഹങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ മനോഹരങ്ങളായ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ പ്രതീകങ്ങൾ രൂപങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു പെൺസിംഹം ശക്തിയുടെ ഒരു ഇതായിട്ട് നിൽക്കുന്നു. ഒത്തിരിയേറെ പ്രതിമകൾ, ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളെ ചിത്രീകരിക്കുന്ന പ്രതീകങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. സാംസൺ സിംഹത്തിന്റെ വായിൽ പിടിച്ചു നിൽക്കുന്ന സാംസന്റെ ശക്തിയുടെ പ്രതീകമാണ്. ഒട്ടകപ്പുറത്തിരിക്കുന്ന പ്രതിമയുണ്ട്, അത് ടെമ്പറൻസിന്റെയൊക്കെയാണ്. കുണികുണ്ടയുടെയും ഹെൻറിയുടെയും പ്രതീകങ്ങളുണ്ട്, രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഒരു വായിച്ചുകൊണ്ടിരിക്കുന്ന മെത്രാനുണ്ട്. അങ്ങനെ വളരെ മനോഹരങ്ങളായ ഒത്തിരിയേറെ രൂപങ്ങൾ 1380-കളിലെ ഒത്തുരൂപങ്ങളുടെ ചിത്രങ്ങളാണ് നമ്മൾ ഈ വെസ്റ്റ് കോറിലുള്ള കോർ സ്റ്റൂളുകളിൽ നമുക്ക് കാണുവാൻ പറ്റുന്നത്. വളരെ മനോഹരമായിട്ട് കൊത്തിവെച്ചിരിക്കുന്ന ചുറ്റും ഇതിൻ്റെ
ഭാഗങ്ങളിൽ ചുറ്റും ഇങ്ങനെ ബുദ്ധരൂപങ്ങൾ കാണുവാൻ കഴിയും. ദൈവം അനുവദിച്ച അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും, നിങ്ങളുടെ ഷെയറിനും അതുപോലെ തന്നെ കമൻറ്റുകൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ക്രൂസ് കട്ട്, അരുവിതേർച്ചി.